കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സുപ്രധാനമായ വിവരം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള നീക്കം അന്വേഷണ സംഘം സജീവമാക്കിയിരിക്കുന്നത്. സിദ്ദിഖിനായി വ്യാപക തിരച്ചിലാണ് എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. നടിയുടെ പരാതിയിൽ കേസെടുത്ത തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കൊച്ചിയിലെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും സിദ്ദിഖിനെ കണ്ടെത്താനായിരുന്നില്ല. അതേസമയം ജാമ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സിദ്ദിഖ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. ആർ റോഷിപാൽ, ശ്യാം ദേവരാജ്, സായ്കുമാർ, ലേബി സജീന്ദ്രൻ, സൈഫുനിസ ആലിയ തുടങ്ങിയവരെല്ലാം തന്നെ ചേരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ. റോഷിപാലിലേക്ക്. റോഷിപാൽ, ഏറെ നിർണായകമായ ഒരു നീക്കമാണ് SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് എവിടെയാണ് സിദ്ദിഖ് ഉള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസ് സംഘത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർ നീക്കങ്ങൾ എന്താണ് എന്നത് തന്നെയാണ് ആകാംക്ഷ. അരിച്ചു പെറുക്കി തിരയുകയാണ് എറണാകുളത്ത് സിദ്ദിഖിനായി. വിനീത, തീർച്ചയായും പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ സിദ്ദിഖിനെ പിടികൂടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് സിദ്ദിഖിനെതിരെയുള്ള പീഡന പരാതി രജിസ്റ്റർ ചെയ്തത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് കൊച്ചിയിലേക്ക് തിരിച്ചത്. ഏതാണ്ട് പോലീസ് സംഘത്തിൻ്റെ സർവൈലൻസിലാണ് സിദ്ദിഖ് ഉള്ളത് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു വലയത്തിലേക്ക് എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവിടെ നിന്നും പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചതെന്ന ഒരു സൂചനയുമുണ്ട്. ഏതായാലും അതിൽ വ്യക്തത വരണം. ഏതായാലും പോലീസ് സംഘം കൊച്ചിയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഒന്ന് മെറിൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ സിദ്ദിഖിനെതിരെയുള്ള തിരുവനന്തപുരം സ്വദേശിനിയായ നടി നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു. അതിന് പിന്നാലെ തന്നെ സിദ്ദിഖിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കോടതി തീരുമാനം വരുന്നതിനനുസരിച്ച് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. കാരണം അത്രയും പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ നീക്കം ഏതാണ്ട് ഒരുങ്ങി ഒരു തയ്യാറെടുപ്പ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്നുള്ള സൂചനകൾ കിട്ടി. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏകോപിപ്പിക്കുന്നുണ്ട്. സിദ്ദിഖ് അല്ലെങ്കിൽ സിദ്ദിഖുമായി അടുത്ത വൃത്തങ്ങളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അവരുടെ നീക്കങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കുകയാണ് പോലീസ് സംഘം. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷാണ് ഈ അന്വേഷണ സംഘത്തെ മേൽനോട്ട ചുമതല. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ IG സ്പർജൻ കുമാർ. ഒപ്പം ഈ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരിൽ മെറിൻ ജോസഫിനായിരുന്നു ഈ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. സിദ്ദിഖിൻ്റെ കേസ് മെറിൻ ജോസഫാണ് അന്വേഷിച്ചത്. മ്യൂസിയം പോലീസിലെ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നീക്കത്തിന് പിന്നിൽ ഒരുപക്ഷെ സിദ്ദിഖ് വലയിലായോ എന്ന ഒരു സംശയമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. വിനീത, ശരി, ഏതായാലും അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. റോഷിപാൽ വിവരങ്ങൾ ശേഖരിക്കുക.